അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഇവിടെയൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തിലേക്ക് കുടുംബത്തെ ഏൽപ്പിക്കണേ ഞാൻ പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ അനുഗ്രഹവേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കൈകൾ കൂപ്പി നിയോഗം സമർപ്പിക്കണേ. ഇന്നത്തെ ആവശ്യം ഇന്നലെ പറഞ്ഞതും കൂടി കൂട്ടി പറയണം. ഇന്നലെ പറഞ്ഞത് ചിലപ്പോൾ നടക്കാത്ത വിഷയം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അത് ഇന്ന് പറയണം. അത് സമയമെടുക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും ജീവിതത്തിൽ. പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന ഇടങ്ങൾ, സംരംഭങ്ങൾ, യാത്രകൾ, സംസാരങ്ങൾ, സംഭാഷണങ്ങൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, തൊഴിലന്വേഷിച്ച് പോകുന്നവർ, അവർ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോയിട്ടുള്ളവരുണ്ടാകും, കടലിൽ പോയിട്ടുള്ളവരുണ്ടാകും, അവർ ഏലം കൃഷിക്കാർ, അങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിരിക്കുന്ന കാർഷിക തകർച്ചകൾ ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ. അതിൽ നിങ്ങൾ ഓർക്കണേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനീ പറയുമ്പോഴേ കർഷകർ മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ എല്ലാവരുടെയും കേസാണ്. ഓരോരുത്തരും ജീവിച്ചു പോകേണ്ട എല്ലാവരും. ഓർക്കുമ്പോൾ വിഷമം തോന്നും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചുതരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ഇപ്പൊ പറഞ്ഞ ഓരോ വിഷയത്തിനു മേലും ദൈവത്തിന്റെ കൃപ ചെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ദൈവത്തിന്റെ കരുണ എല്ലാവരും ആവശ്യപ്പെട്ട ഈശോയെ. അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും അധ്വാനിച്ചിട്ട് പ്രയോജനമില്ലാത്തവരുടെ ഈശോയെ. ഇന്നലെ ഒരു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ട്രാക്ടർ കൊയ്ത്തിയന്ത്രം ഇറക്കുന്ന ആള് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ അവിടെ എൻ്റെ യന്ത്രം എപ്പോഴും താന്ന് പോണച്ചാ, ഇനിയും 500 ഏക്കർ കൊയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മഴയും കൊയ്യാനും പറ്റണില്ല, യന്ത്രവും താഴുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ മനുഷ്യൻ അനുഭവിക്കണത്. കർത്താവ്, ഞാറ്റുവേല എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇല്ലാത്തത് കാരണം കുരുമുളക് പൂക്കാതിരിക്കുകയും ആ പൂക്കൾ അടന്ന് അത് കായ്ച്ചു കൂടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കുരുമുളക് തോട്ടങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. ലക്ഷക്കണക്കിന് മക്കളുണ്ട് ഈശോ.
അവരെല്ലാം ഇന്ന് വിഷമിക്കാൻ അനുഭവിക്കും. രോഗങ്ങൾക്ക്, കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശങ്ങൾ, വിളനാശങ്ങൾ, മത്സ്യത്തൊഴിൽ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരുണ്ട് ഈശോയെ. അത് വിറ്റ് കിട്ടിയിട്ട് കടങ്ങൾ പരിഹരിക്കാതിരിക്കുന്നവരുണ്ട് ഈശോയെ. മത്സ്യബന്ധന മേഖലകളിലുള്ള ഇതര അനുബന്ധ ജോലികൾ ചെയ്യുന്നവരുണ്ട് ഈശോയെ. അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വലിയ സമൂഹം കരയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രത്യേക കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കാലാവസ്ഥയേക്കാൾ അതിനാഥനായ കർത്താവിൻ്റെ ശക്തി എല്ലാ കുരുമുളക് തോട്ടങ്ങളെയും, ഏലത്തോട്ടങ്ങളെയും, അതുപോലെ മത്സ്യബന്ധന മേഖലകളെയും, തൊഴിലിടങ്ങളുടെ, മനുഷ്യരുടെ തൊഴിലിടങ്ങളെല്ലാം, തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ, എന്ത് തൊഴിലായാലും എന്ത് കാർഷിക വിളയായാലും മനുഷ്യൻ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മനുഷ്യൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതൻ നിങ്ങളുടെ വിഷയത്തിന് മേൽ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാർഷിക സാഹചര്യം, ജീവിത തൊഴിലിടങ്ങൾ ക്രമീകരണങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കർത്താവ് കണ്ണീരോടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവർ ആ ജയഘോഷത്തോടെ കമ്മിങ് ബാക്ക് ക്യാരിങ് ദ ഷീപ്സ് എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ അവർ കുയ്തക്കറ്റയുമായിട്ട് വരുന്ന പോലെ ഞങ്ങളുടെ കർഷകരെ അങ്ങനെ സന്തോഷം തിരിച്ചു വരുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൊയ്ത്തുമായി സന്തോഷം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവരെല്ലാം കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും, എന്ത് തൊഴിലായാലും കർത്താവെ, ജീവിക്കാൻ വേണ്ടി വേറെ മാർഗമില്ലാത്തിടത്തോളം കാലം എല്ലാ തൊഴിലുകളെയും കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യിക്കട്ടെ. പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് മനസ്സാകാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, പരീക്ഷയ്ക്ക് തോക്കുന്ന മക്കളുണ്ട് ഈശോയെ, അവരെ കൊണ്ട് എപ്പിലെപ്സിയുള്ള കുഞ്ഞുങ്ങളുണ്ട്, സിസ്റ്റുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ, അവരെ എല്ലാം കർത്താവ് സ്പർശിക്കണം. കർത്താവ് അതെല്ലാം കർത്താവ് ചാലഞ്ചിലായിട്ടുള്ള എല്ലാ ബേബീസിനും കർത്താവ് നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിന്നെ അലട്ടുന്ന എല്ലാ ഭാരങ്ങളും, പാപങ്ങളെ, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, അസ്വസ്ഥങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം നവംബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവ്, ഞാൻ എപ്പോഴും നിങ്ങൾ പറയത്തില്ലേ, എന്നാ പറയണേ, ഈ വചനം മാംസമാകുക എന്നുള്ളത് ഒരു അനുദിന ഒരു പ്രക്രിയയാണത്. വചനം എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പറയും മാംസമാകാനുള്ളതാണ് പറയും. എല്ലാ വചനത്തിൻ്റെ അകത്തും ക്രിസ്തു ഉണ്ട്. എല്ലാ വചനത്തിലും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വചനം നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം. ലൂക്ക 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഇത് എപ്പോഴാണ് സംഭവം എന്നറിയാമോ? ഈ കഥ നമുക്ക് മനസ്സിലായില്ലേ? നല്ല സമരക്കാരൻ്റെ കഥയാണ്. നല്ല സമരക്കാരൻ്റെ ആ കഥയിൽ ഈ ഒരാള് മുറിവേറ്റ് കിടക്കുമല്ലോ. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയൊരു മനുഷ്യനെ കള്ളന്മാർ ആക്രമിച്ചിട്ട് മതപ്രായനാക്കുന്നില്ലേ? അയാൾ അവസാനം ഒരു സമരക്കാരൻ വന്ന് സ്വന്തം കഴുതയുടെ പുറത്ത് കൊണ്ടുപോയി സത്രത്തിൽ കൊണ്ടുപോയി ആക്കും. അപ്പം അതൊക്കെ വലിയ ത്യാഗപ്രവൃത്തിയാണ്. എന്നിട്ട് ആക്കിയതിന് ശേഷം അയാൾക്ക് എണ്ണയും വീഞ്ഞൊക്കെ ഒഴിച്ച് അയാളുടെ മുറിവുകളൊക്കെ കെട്ടി അയാൾക്ക് ബോധമൊക്കെ വന്ന് വീണ് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ചെയ്ത്, മറ്റുള്ളവർ സന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഉത്തരവാദിത്തമുണ്ട്. പുള്ളിയുടെ വേറെ ഉത്തരവാദിത്തം, പുള്ളിക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അതിന് ടൈമില്ലാത്തത് കൊണ്ട് പുള്ളി പറഞ്ഞ് 2 ദിനാർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 2 ദിനാർ എന്ന് 2 ദിവസത്തെ കൂലി, 2 ദിവസത്തെ കൂലി സതങ്ങ സൂക്ഷിപ്പവന് കൊടുത്തു. എന്നിട്ട് പറയണം, എന്നിട്ട് അയാൾ എന്താ പറയണത്? അതായത് എന്തും കുറവ് വരാൻ സാധ്യതയുണ്ട്, എനിക്കറിയാം ഇത്രയും പോയപ്പോൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ വരട്ടെ, ഞാൻ തിരിച്ചു വരും. ഒരിക്കലും ഞാൻ ഈ വാക്ക് വായിച്ചപ്പോഴേ പരിശുദ്ധാത്മ പറയണേ, ആ തിരിച്ചു വരുന്ന ആള് ഈശോയാണ്. എൻ്റെ കണ്ണങ്ങൾ തെരഞ്ഞില്ല.
കാര്യം ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിരിക്കണേ. അപ്പം തിരിച്ചു വരുന്ന ആളാരാണ്? നമുക്കറിയാമല്ലോ, ഈ മത്തായിയുടെ സുവിശേഷമൊക്കെ അവസാനിക്കാൻ നേരത്താണ് ഈശോയുടെ തിരിച്ചുവരനെ കുറിച്ച് പറയണത്. മണവാളൻ വരാൻ വൈകുമെന്ന് വിചാരിച്ചുകൊണ്ട് സഹവൃത്യന്മാരെ തല്ലുകയും കൊല്ലാൻ നോക്കുകയും ചെയ്ത ആൾക്കാരെ മണവാളൻ വരുമെന്നൊക്കെ പറയുമ്പോൾ ഈ മണവാളനാണ് തിരിച്ചു വരുന്നത്. അതാണ് കന്യകമാരുടെ ഉപമയിലും തിരിച്ചുവരവുണ്ട്. രാജാവ് അനന്തരം രാജാവ് തന്നെ വലതുവശത്തുള്ളവരോട് വരണതും രാജാവിൻ്റെ തിരിച്ചുവരവാണ്. അപ്പം ആ തിരിച്ചുവരവ് ലൂക്കായിൽ തുടങ്ങണത് ശരിക്കും പറഞ്ഞാൽ 35 എന്താണ്? കുറവുണ്ടാകും. ഇപ്പം നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ തരാമെന്ന്. അത് എന്നെ വല്ലാതെ മാറ്റിയൊരു വചനമാണ്. അതറിയാവോ? നമ്മൾ പല ഇടവകയും ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരു വികാരിയും കൊറോണ വികാരിയും ഒക്കെ ആയിട്ടിരുന്നു, കൊച്ചച്ഛൻ ഇടയ്ക്കിരുന്നിട്ടുണ്ട്. അപ്പം നമ്മളപ്പോൾ ഒത്തിരിയേറെ വർക്ക് അവിടെ ചെയ്യും. പക്ഷെ പല ഭാഗത്തു നിന്ന് നമുക്ക് തിരിച്ചടികളുണ്ടാകും. ഞാൻ പിന്നെ തിരിച്ചടികൾ നേരെ കർത്താവിലേക്ക് കൊറിയർ ചെയ്യണമെന്നല്ലാതെ ഞാൻ ആരോടും പറയത്തില്ല. തിരിച്ചടികളുണ്ടാവും. പിന്നെ ന്യായമായ രീതിയിൽ നമ്മൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, മാനസികമായിട്ട് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോഴെല്ലാം, അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, പക്ഷെ നമുക്ക് റിട്ടേൺസ് ഇല്ല. പകരം നമുക്ക് ചവിട്ടും കുത്തും, നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയം നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കുമ്പോൾ, അതിൻ്റെ റിട്ടേൺസ് നോക്കുമ്പോൾ ടാലി ആകത്തില്ല. അപ്പോൾ എവിടെയോ ഈ കച്ചവടത്തിൽ, ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു നഷ്ടമുള്ളത് നമുക്ക് തോന്നും. വിശ്വാസ ജീവിതം മൊത്തം നഷ്ടമാണ് കേട്ടോ. ലാഭമുണ്ടെന്ന് ഞാൻ വിചാരിക്കരുത്. ആദ്യമൊക്കെ ലാഭമുള്ളവിടെ തോന്നുകയേ ഉള്ളൂ. അത് എനിക്ക് ഈ കിടപ്പാണ് പറയാൻ പറ്റത്തില്ല, മൊത്തം നഷ്ടമാണെന്ന്. പക്ഷെ ഒരു കാര്യം, ഇതിനൊരു ലാസ്റ്റ് പാർട്ടുണ്ട്. എൻഡ് ഓഫ് ദി പാർട്ട് എന്ന് പറഞ്ഞാൽ ട്രയംഫൻ പാർട്ടാണ്. എൻഡ് ഓഫ് ദി പാർട്ട് എന്താണ്? താൻ തിരിച്ചു വരികയും തിരിച്ചു വരുമ്പോൾ ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്ത് വിട്ടാനുണ്ട് അതെല്ലാം കൊടുക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നീ കുടുംബത്തിൽ ചെയ്ത്, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത്, ചെറിയ പറയത്തില്ല എൻ്റെ അച്ഛാ, എൻ്റെ അമ്മ, ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തതൊന്നും എഴുതിക്കുട്ടിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. എഴുതിക്കുട്ടിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ എന്താണ്? പക്ഷെ എൻ്റെ അനിയനെല്ലാം എഴുതിക്കുട്ടി വെച്ചിട്ടുണ്ട്. അവൻ എന്നെ കണക്ക് പറഞ്ഞ കാശ് അപ്പനോട് മേടിക്കുന്നുണ്ട്. ഞാനങ്ങ് നമ്മുടെ വീടല്ലേ, ആരുടെ കണക്ക് പറയാനാണ്? അപ്പൻ്റെ അടുത്ത് കണക്ക് പറയാനാണ്. അപ്പം ഞാനൊന്നും ഇല്ല. പക്ഷെ ഇപ്പം എൻ്റെ ഒന്നും ഇല്ല. പെങ്ങളെ കെട്ടിച്ചപ്പോഴും ഞാൻ തന്നെയാണ് അവളെ വീട്ടിൽ വന്ന് നിന്നപ്പോഴും എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് ഊരി കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊന്നും ഞാൻ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സഹോദരൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നീ ചോദിച്ചിട്ടില്ലേ? അതിൻ്റെ മറുപടിയാണിത്. എന്താണ്? ഒരു തിരിച്ചു വരവുണ്ടെന്ന്. ഞാനിത് കാത്താണ് ജീവിക്കണേ. തിരിച്ചു വരുമ്പോൾ എല്ലാം ടാലിയാക്കും കർത്താവിന്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഈ ശിശുവെ എൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കണം എന്ന് പറയണേ. നീ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്തു, നിനക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പിന്നെ നീ അനുഭവിക്കുന്ന വിഷമതകളെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക. അവനൊരു വരവുണ്ടെന്ന് ഓർത്തേക്കണം. തിരിച്ചു വരവ്. ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വൈദികനാണ് ഇത് പറയണമെന്ന് ഓർക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ്. അവൻ തിരിച്ചു വരും. നിത്യതയിൽ ഇതിനെ കുടിശ്ശിക തീർത്തിരിക്കും. ഇതിൻ്റെ ഇരട്ടി, അത് 6:36 വെച്ചുകൊണ്ട് അമർത്തി കുടിക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചെറിയുന്ന കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയണത് ലൂക്കായാണെന്ന് ഓർക്കണം. ഷീജ ജോയി പൊട്ടയെന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ ഉടമ്പടി, എനിക്ക് പറയാനുള്ള, ഉടമ്പടി കാലത്ത് ദൈവം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാലമല്ലേ. നിങ്ങൾ ഉഴപ്പിയത് കൊണ്ട് വിശുദ്ധി ഇല്ലാതെ ജീവിക്കണതുകൊണ്ടാണ് ചില സമയത്ത് ദൈവത്തെ നിങ്ങളോട് അടുക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ ഉടമ്പടിയോട് പോലെ സിമ്പിളായിട്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയും സിമ്പിളാണിത്. അപ്പം അല്പമൊന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഷീജ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഒരു സ്വപ്നം കാണിച്ചു. അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. സ്വപ്നം കാണിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നു, നേർച്ചപ്പഴം കൊടുത്തുകൊണ്ടിരിക്കുക. അൽത്താരയിൽ ഒരു പഴം അവൾക്ക് കൊടുത്തു. അപ്പോൾ ആ പഴം കൊടുത്തപ്പോൾ ഉടനെ അത് ഷീജ ബാക്കിലേക്ക് പാസ് ചെയ്ത്, കിട്ടാത്തവർക്ക് പാസ് ചെയ്ത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പുറകിലോട്ട് പാസ് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പഴം ഇരിക്കണം. അപ്പോൾ ഉടനെ അതും കിട്ടാത്തവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത്, അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പടലപ്പഴം ഇരിക്കണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആമവാദമാണ്. ഞാൻ സാക്ഷിയിട്ടിട്ടുണ്ടേ, നോക്കണേ. ആമവാദമാകുമ്പോൾ
കൈ പൊക്കാൻ പറ്റത്തില്ല. ഒരു കൈ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് വാദം പിടിച്ച്. എന്നിട്ട് ഇവർ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവിടെ വരണത്. പക്ഷെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആ സമയത്ത് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഒറ്റക്ക് വന്ന്. അങ്ങനെ പോകാൻ പാടില്ല. ഒരു കൈ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ബസ്സിൽ പിടിച്ച് വരണ്ടേ. ഓരോ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരിവിടെ വന്ന് ഇതുപോലെ നിങ്ങൾ ധ്യാനമൊക്കെ കൂടി വെച്ചും പോകാൻ നേരത്ത് ഇവർ ബിഷോപ്പർ കൊണ്ടാണ് വരണത്. അപ്പോൾ 100 പത്രം വാങ്ങിക്കും. ഒരു കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒരു കൈയുടെ തണ്ടയിലിടുകയാണ്. ഈ 100 ബിഷോപ്പർ മേടിച്ച് ഒരു കൈയുടെ തണ്ടയിലിട്ടിട്ട് ബസ്സിൽ കയറണം. എന്നിട്ട് എത്രയും കഷ്ടപ്പെട്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ചെയ്തിട്ട് കൊടുക്കണ ഓരോ സ്ഥലത്തും മാതാവിനെക്കുറിച്ച് പറയും. ഒരു ചുമ്മാ ഇങ്ങനെ നോട്ടീസ് പറഞ്ഞതല്ല. കാര്യം നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അതൊക്കെ വെറുതെ വിട്ടിത്തരാം. അതൊന്നും ഇതിൻ്റെ അതില്ലാത്ത അച്ഛൻ പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുതേ. ഇത് തന്നെ വളരെ ശ്രദ്ധാപൂർവം ദൈവം തരാത്ത ഒരു പ്രചോദനങ്ങളും അത് ദൈവികമായ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പാസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീട്ടിലിരുന്ന് ഇരുട്ടത്തിരുന്ന് വരെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള മിഥ്യാധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഉടമ്പടി മര്യാദകൾ പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ്, ചെയ്യണ പ്രാർത്ഥന. അവൻ പറയണ പോലെ ചെയ്യണ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യണം, ഇവരുടെ അവസ്ഥ കണ്ട, ഒരു കൈ അവർക്കില്ല. ഒരു കൈ വെച്ചുകൊണ്ടാണ് ഈ ബസ് കയറി വരണ പിടിച്ചോണ്ട്. അതിൻ്റെ ഒക്കെ 100 ബിഷോപ്പർ മേടിച്ച് 100 പത്രം മേടിച്ചുകൊണ്ട് ഒരു ബിഷോപ്പർ ഇട്ടുകൊണ്ട് കൈത്തണ്ടയിട്ടുകൊണ്ട് വരെ കൈത്തണ്ടയിൽ ഇടാൻ പറ്റത്തുള്ളൂ. അവരാ പത്രം ഓരോ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കും. കൊടുത്തിട്ട് അവർ മാതാവിനെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായല്ലേ? തിരിച്ചടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ പറയാം, അച്ഛാ എൻ്റെ കൈ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്ന് പറയും. ഒരു കൈ ആമവാദമാണെന്ന് പറയും. എനിക്ക് ഇവർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ ആയി നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മഹത്വപ്പെടണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം കിട്ടുന്നതനുസരിച്ച് മാത്രമേ സഭ ഇത് വ്യാപകമായ രീതിയിൽ പഠിക്കുകയും ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ് മലയാള സമൂഹം വിട്ട് ലോകം മുഴുവനും ദൈവമനസ്സ് അറിയണമെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുന്ന പോലെ ആ പ്രത്യക്ഷീകരണ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. അതിന് ആഴമായ അടയാളങ്ങൾ കിട്ടണം. അപ്പോൾ അടയാളങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനെപ്പോഴും വിശുദ്ധീകരിച്ചും വചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളെ വിശുദ്ധീകരിച്ചും വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചും ഉടമ്പടിയോട് നിങ്ങൾ ഐക്യപ്പെടുത്തി നിർത്തുന്ന സമയത്ത് ഞാൻ അതേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സമയമൊന്നുമില്ല, തലക്കൊന്നും പിടിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും. ഉടമ്പടി എടുക്കാൻ സമയമില്ല, തലക്കൊന്നും പിടിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അവിടെ പറഞ്ഞ് നിങ്ങൾ ആർത്തിക പള്ളി പോയാൽ മതി എന്ന് പറയും. കാര്യം അങ്ങനെ ഇത് തീർത്ഥാടന പള്ളിയല്ലല്ലോ ഇത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് വിശുദ്ധ ഗ്രന്ഥപ്രകാരം സുവിശേഷ സാക്ഷിയായി വ്യക്തി ഉയർന്ന് ദൈവത്തിന് ഒത്ത ഒരു കക്ഷിയായി മാറി ദൈവത്തിന് വേണ്ടി ജീവിക്കണ ഒരു ധ്യാനകേന്ദ്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് നിരപ്പാകാൻ പറയും. മനസ്സിലായി? അതാണ് ആദ്യം ചെയ്യത്തുള്ളൂ. കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക എന്നുള്ള വിഷയത്തിലാണ് കാരുണ്യമുള്ളത്. അപ്പോഴവരതിന് റെഡിയാകും. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രോഗിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാർ കയറാൻ പറയും. കൂടെ വന്ന ആൾക്കാരെ കയറി ഉടമ്പടിക്കുക. അപ്പോൾ കൂടെ വന്ന ആൾക്കാർ ചുമ്മാ ഒരു തരം ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ പിന്നെ സ്വന്തം മകനായിരിക്കുവേ അമ്മേനെ ചോട്ടോ തൊഴിലാളിനെ പോലെ വരും. ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. എന്നിട്ട് അവൻ അവിടെ പുറത്ത് പോയി നിൽക്കും. അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ വിളിക്കും. ഞാൻ വിളിച്ച് പറയും, നീ മര്യാദക്ക് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാൻ പറയും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ സത്യസന്ധമായിട്ട് അമ്മ സൗഖ്യപ്പെടണമെന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അമ്മ ചത്താലും ജീവിച്ചാൽ അവന് പ്രശ്നമൊന്നുമില്ല, ചത്ത് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചുമട്ട് തൊഴിലാളികളായിട്ട് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചാൽ ലോഡ് ഇറക്കി വെച്ചും അവർ പോയി അവിടെ നിന്ന് ബിടി വെച്ച് സിഗരറ്റും വെച്ച് നിൽക്കും. ബാക്കി ഒന്നും ഇവിടെ എടുക്കത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് ഉടമ്പടിയാണ് അമ്മ തന്നിരിക്കുന്നത്. അതിന് ലക്ഷ്യമുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആര് സാക്ഷിയാകാൻ തയ്യാറാകുന്ന രീതിയിൽ സമർപ്പിതരാകാൻ പോകുന്നു അവരാണ് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നവരെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സാക്ഷ്യങ്ങൾ കിടിലൻ സാക്ഷ്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് അവർക്ക് കൗൺസിൽ ചെയ്തും അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക, ലോകത്തിനത് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. മറിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളാകുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, വിശുദ്ധീകരിക്കുക, നിങ്ങളെ ശക്തീകരിക്കുക, സാക്ഷികളാകുക. അത്തരം കാര്യങ്ങൾ നടക്കണം ഉടമ്പടിയിലൂടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട്
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ. അപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരിച്ചിട്ടാണ് ഷീജ വരണത്. അപ്പോൾ ഈ കൈ അനങ്ങണില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്തു. 50% ഹീലിംഗ് കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്ന് അറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെല്ലുള്ളൂ ആ കയ്യെ തൊട്ട്. അപ്പോൾ അതിൻ്റെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷീജ എന്താ പറയണത്? ഇപ്പം എനിക്ക് 2 പഴമെടുത്ത് പൊക്കാൻ പറ്റും. അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്? നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക, അപ്പോൾ പിന്നെ ഞാൻ തരും, അത് നീ പാസ് ചെയ്യുക. അവസാനം നിന്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിന്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്. അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവർ ത്രിത്വക ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത് അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ, അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്. കൃപാസനത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി, രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്നത് അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മാധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക. അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാണ് നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്, പിതാവ് ദൈവത്തിൻ്റെ മകളാണ്, പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാൻ പ്രിയ വധുവാണ്, രക്ഷകര സംഭവത്തിൽ ത്രിത്വക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അപ്പോൾ മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്, വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്, പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്, സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്, മുഴുവനും അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയുന്നത്? മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. ഞാൻ മുസ്ലിം പള്ളി വാദിക്കല താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കുലിവില്ല, ജോലിയില്ലാതെ നടക്കുമ്പോൾ നമ്മൾ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം. അഭിഷേകത്തോടെ കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എന്താ ഒരു വിഷയം എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിന് ഈ കഞ്ഞിക്കപ്പ, ജോലി, വീട്, വിവാഹം ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങളിലേക്ക് അമിതമായ രീതിയിൽ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ അയൽട്ടിസ് പാസ്സാകാൻ വേണ്ടിയാണോ? നമ്മുടെ വസ്തു വിൽക്കാൻ വേണ്ടിയാണോ? നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തു ഉയർത്തുന്നത് എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കാലഘട്ടത്തിൽ സംസാരിക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങളും സംസാരിച്ച് വരുമ്പോൾ നമുക്ക്
നമുക്കറിയാവില്ല, ക്രിസ്തുവാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്രിസ്തുവിലാണ് അതെ എന്ന് പറയുന്നത്, എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അത് ഇനി ആമേൻ പറയുന്നതാണ്, അവൻ പറയണത് പോലെ ചെയ്യാൻ അമ്മ പറയണതാണ്. അത് അമ്മ പറയുന്നൊരു ആമേനാണത് ശരിക്കും. അതാ 1 കൊരിന്ത്യർ 1:20 നമ്മൾ വായിച്ചത്. അപ്പോൾ സഭയിൽ അങ്ങനെ അവൻ പറയണ പോലെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അടയാളം ഉണ്ടാകും. അതാണ് യോഹന്നാൻ പറയണത്. അങ്ങനെ കാനായിലെ വിവാഹാഘോഷ വേദിയിൽ യേശു ദൈവമഹത്വത്തിൻ്റെ ആദ്യ അടയാളം കണ്ടുവന്നു. ദൈവമഹത്വത്തിൻ്റെ അടയാളം സഭയിൽ കാണണം. ഇത് സഭയാണ്, ക്രിസ്തുവിൻ്റെ സഭയാണെങ്കിൽ അവിടെ അനുദിനം ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മഹത്വത്തിൻ്റെ അടയാളങ്ങൾ നഷ്ടപ്പെടും. ചിലപ്പോൾ ഈ രോഗശാന്തി തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ ആക്ഷേപിക്കുന്നില്ല. അതെല്ലാം പൈശാചിക ആക്രമണത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ അടയാളം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതല്ലേ വചനം. മർക്കോസിൻ്റെ സുവിശേഷം ആദിമ സഭയുടെ മുഖമുദ്ര എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കണം. നമ്മളൊരു അടയാളം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മർക്കോസ് എന്താ പറയണത്? 16:20 കർത്താവ് അവരോട് സഹകരിച്ചു, അല്ലെങ്കിൽ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളുടെ കൂടെ പ്രവർത്തിക്കും. ആരുടെ മധ്യസ്ഥത്തിൽ? അമ്മയുടെ മധ്യസ്ഥത്തിൽ. കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും പിന്നെന്ത് ചെയ്യും? അടയാളങ്ങൾ കൊണ്ട് എന്തു ചെയ്യും? വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. നീ എടുത്ത ഉടമ്പടിയുടെ സ്ഥിരീകരണം വരണത് അടയാളത്തിലൂടെയാണ്. അപ്പോൾ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അസ്തമിക്കുകയോ മങ്ങുകയോ ചെയ്യുമ്പോൾ പിന്നെ സഭയിൽ വേറെ ഒന്നുമില്ല, അധികാരം മാത്രമേ ഉള്ളൂ. ആത്മീയത നഷ്ടപ്പെട്ടു പോകും. അധികാരം എന്ന് പറഞ്ഞാൽ അടയാളമില്ലാത്ത സഭ അധികാരം മാത്രമായി മാറിയാൽ അധികാരം A+ ധിക്കാരമാകും. അതാണ് പ്രശ്നം വരണത്. ആ ഒരു അവസ്ഥയിലേക്ക് സഭ ജീർണിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധം കൂടി തീർക്കാനുള്ള ബാധ്യത സുവിശേഷ സാക്ഷികൾക്കുണ്ട്. എഴുന്നേൽക്കുക. വളരെ നിർണായകമായ സ്വർഗീയ നിമിഷങ്ങളാണ്. കൃപാസനം ഉടമ്പടി ആരാധന പ്രത്യേകത അത് എപ്പോഴാണ് അത് അപ്പ് നടക്കുന്നത്, പിന്നെ അത് അപ്പ് ചെയ്യണത് ആ നിമിഷം വരെ എക്കാലങ്ങൾ ഏതെല്ലാം കാലം അത് യൂട്യൂബിൽ കിടക്കുന്നു, ആ കാലങ്ങളിലെല്ലാം ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് അഭിഷേകം കെട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പഴയ ആരാധനയൊക്കെ കൂടി സൗഖ്യം പ്രാപിച്ചെന്നൊക്കെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറഞ്ഞ ഇതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആരാധന, ഉടമ്പടി എടുത്തവർ എപ്പോഴെടുത്തവരായാലും ശരി, അവർ മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധന കൂടണം. ചൊവ്വാഴ്ച കൂടാൻ പറ്റില്ലെങ്കിൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ ആ ഉടമ്പടി ആരാധന കൂടി ഉടമ്പടിയുടെ ഒരു ദൈവദൃഷ്ടനത്തെയും നമ്മൾ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. കർത്താവിൻ്റെ വചനം ഉടമ്പടി ധ്യാനം കൂടി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അഭിഷേകം പ്രാപിക്കാവുന്നുള്ളതും, വചനം അറിയാൻ വേണ്ടി, വചനം ലോകത്തിന് കൊടുക്കാൻ വേണ്ടി വചനം അറിയുന്നതും, അപ്ഡേഷൻ നടക്കണതെല്ലാം, അതിൻ്റെ അഭിഷേകം നടക്കണതെല്ലാം ഉടമ്പടി ആരാധനയിലാണ്. ഒരിക്കലും ഉടമ്പടി ആരാധന നിങ്ങളെ വിട്ടുപോവുകയോ കൂടാതിരിക്കുകയോ ചെയ്യരുത്. ഇവിടെ വന്ന് കൂടാനുള്ള സാഹചര്യമില്ല, പക്ഷേ നമുക്ക് ഓൺലൈനിൽ കൂടാൻ പറ്റും. രോഗമുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കൃപാസനത്തിലെ ഏറ്റവും വലിയ അഭിഷേകം നടക്കുന്ന ഒരു സമയമാണ്. എവിടെയാണ് തൈറോയിഡ് ഉള്ളവർ, ട്രാൻസ്ലേറ്റുള്ളവർ അവരെല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനക്കാരും ശ്വാസകോശ രോഗമുള്ളവരും പങ്ക്രിയാസിന് രോഗമുള്ളവരൊക്കെ പങ്ക്രിയാസിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച്, ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അടിവയറിന് പെരുപ്പും മൂത്രമൊഴിക്കുമ്പോൾ ചെരിച്ചിലും പുകച്ചിലും മൂത്താശത്തിൽ കല്ലും ഒക്കെ ഉള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവേദനക്കാരും കിഡ്നി രോഗികളും പുറകിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവാംഗം രോഗമുള്ളവർ സ്വന്തം ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല സമയമാണ്, അഭിഷേകത്തിൻ്റെ സമയമാണ്. കർത്താവ് അങ്ങയുടെ ദാസൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഓ ആരാധ്യനെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മധ്യസ്ഥം വഹിച്ച സ്ഥലമാണിത്. ഈശോ ജീവനോടെ അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളിൽ അടയാളങ്ങൾ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമസഭയെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. കർത്താവ് അങ്ങയുടെ ദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ, ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ
മാർഗരോഗങ്ങൾ, തിരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ ഒരടിവരിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചിലക്ക് അലർജി രോഗങ്ങളുണ്ട്, ചിലക്ക് സോറിയാസിൻ്റെ രോഗങ്ങളുണ്ട്. തലതൊട്ട് കൈതൊട്ടെല്ലാം ഉളച്ചു വരിക, തൊലി പൊളിഞ്ഞു വരിക. അവരെല്ലാവരും ഈ സമയത്ത് കൈകൾ അച്ഛനെപ്പോലെ വിടർത്തിക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ചിലക്ക് മൂക്കടഞ്ഞു പോയവരുണ്ട്, സൈനസിൻ്റെ അസുഖമുള്ളവരുണ്ട്, ചിലക്ക് മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, ശരീരത്തിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൽ കുരുക്കളുണ്ടാകുന്നവരുണ്ട്, മൂത്രാശയത്തിൽ കല്ലുണ്ടാകുന്നവരുണ്ട്, ഹൃദയത്തിൻ്റെ വാൽവ് ദ്രവിച്ചു പോയവർ, ബ്ലോക്കായി പോയവരുണ്ട്, കരളെ വീക്കമുണ്ടായവരുണ്ട്, മഹോദര രോഗികളുണ്ട്, ശ്വാസകോശ രോഗികളുണ്ട്, ശ്വാസകോശത്തെ പ്രഷറില്ലാത്തവരുണ്ട്, പ്രഷർ കൂടിപ്പോയവരുണ്ട്. കർത്താവ്, ശ്വാസകോശത്തിന് പലതരത്തിലുള്ള രോഗങ്ങളാൽ കുറേയധികം പ്രാരാബ്ദങ്ങൾ ശ്വാസമുട്ടലുള്ളവരുണ്ട്. കർത്താവ്, എപ്പോഴും വിട്ടുമാറാ തലവേനും മൈഗ്രെയിനുള്ളവരുണ്ട്, ചെവിക്ക് മുളക്കം മൂടിയിരിക്കുന്നവരുണ്ട്. കർത്താവ്, എപ്പോഴും ചുഴിഞ്ഞുകുത്ത് വേദനിക്കുന്നവർ, കണ്ണിന് കരിപ്പുള്ളവർ, കർത്താവ്, കണ്ണിന് കുരുക്കുള്ളവർ, തിമിരമുള്ളവർ, കൈക്ക് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത്. ഉള്ളം കാല് മുതൽ ഉള്ള ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിനെ നിറയട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ 36 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ ജീവനുടെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥത്തിലെ കർത്താവിന്റെ നാമത്തിൽ സത്യം പ്രാപിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്നുള്ള ആഴമായ ബോധ്യം ഉണ്ടാവണേ. നാക്ക് വിണ്ടുപോയവർ, നാക്ക് കുറുനാക്ക് പോലെ വന്നവർ, നാക്ക് കൊണ്ട് തളർന്നു പോയവർ, അവരൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ കണ്ണിന് വിഷമമുള്ളവരെ, വിങ്ങലുള്ളവർ, എൻ്റെ ഇടത് കണ്ണിന് വീക്കമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. എന്തൊക്കെ ഇങ്ങനെ കയ്യിലിരുന്നുകൊണ്ട് പുള്ളി ചൊള്ളച്ച് വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കൈയും കാര്യം കളറ് മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വെരിക്കോസ് രോഗികളുണ്ട്, അവരൊക്കെ സമർപ്പിക്കുന്ന സമയമാണ്. കശേരികൾ വിട്ടുപോകുന്നതിൻ്റെ പേരിൽ വിങ്ങിയിരിക്കുന്നവർ, നടക്കാനും ഇരിക്കാനും നിവർക്കാനും പറ്റാത്തവരുണ്ട്. നിങ്ങൾ ഏറ്റവും വലിയ ഇത് അമ്മ നിങ്ങളെ സുഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസത്തെ ഇന്ദു എന്ന് പറഞ്ഞൊരു മോള് പൂഞ്ഞാറിൽ നിന്ന് കിടന്ന് വന്നതാണ്. ഇവിടെ കിടന്ന് നിങ്ങളെ സാക്ഷ്യം കാഴ്ച കാണുമായിരിക്കും. വേദന കൊണ്ട് പൊളഞ്ഞ് 1.5 കൊല്ലമായിട്ട് വാഹനം ഇടിച്ച് തെറിച്ച് വീണതിന് ശേഷം കിടന്നു പോയതാണ്. അവർ മരിക്കാൻ തീരുമാനിച്ചു, എലിവിഷം കഴിക്കാൻ തീരുമാനിച്ചെന്ന്. പക്ഷെ അത് എലിവിഷം ചാകുന്ന എലിയെ അവൾ കണ്ടെന്നാണ് പറയണത്. 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ചത്തത്. അവനത് കഴിക്കാൻ പേടിയായിരുന്നു. കാര്യം അവളുടെ വേദന കൂടി അവൾ വീണ് കിടപ്പായി കഴിഞ്ഞപ്പോഴേ ബാത്റൂമിൽ പോയി സഹായിക്കാൻ അവരാരും ഇല്ലായിരുന്നു. അവൾക്ക് ഇത്തിരി ഭക്ഷണം കിട്ടാനോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്. കിടന്നുപോയി, കിടപ്പായിപ്പോയി. ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയത് കാരണം അവളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അങ്ങേരും പോയി. അപ്പോൾ ഞാൻ ഓർക്കണേ, അവിടെ കൊണ്ടുവന്ന് ഡ്രൈവറാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവരാനുള്ള, എന്നെ ആരും കൊണ്ടുവരാനുള്ള പരുവം വീട്ടിലില്ലെന്നാണ് പറയണം അവൾ. അവസാനം ഞാൻ വിളിച്ച ഡ്രൈവറാണ് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് വണ്ടി പാലത്തേക്ക് കയറുമ്പോൾ ഞാൻ ആപ്പാടെ എൻ്റെ ജീവൻ പോകുന്നു എന്നാൽ തിരിച്ചു പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വേദന കടിച്ചമർത്തിയാലും ശരി അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞ് കാറെ കിടന്ന്. അങ്ങനെ പിന്നെ പാലായിൽ നിന്ന് ഇവിടെ കാറെ കിടന്നാണ് വരണത്. അത്ര കണ്ട് വേദനയാണ്. ഇവിടെ കൊണ്ടുവന്ന് കാർ ഇവിടെ എൻ്റെ വാതിക്കൽ നിർത്തും. അത് ഡ്രൈവർ ആളെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞ് പിടിച്ച് നിന്നോളാം, ഞാൻ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് കാറിട്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന അയാൾ ഇവളെ പിടിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഉടമ്പടി പത്രം മേടിച്ചു. പിന്നെ പതുക്കെ നടന്ന് അവൾ പറയണത്, പിന്നെ ഞാൻ ഈ സ്റ്റെയർ കേസ് കയറി, പിന്നെ ഞാൻ 2ാമത്തെ നിലയിൽ പോയി, ഞാൻ കൗൺസിൽ എടുത്ത് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ അമ്മയ്ക്ക് കുടയും പിടിച്ചുകൊണ്ട് വന്നു. ആദ്യമായിട്ടാണ് ഞാൻ 6 കിലോ ഭാരം എടുക്കണമെന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോയി.
അപ്പോൾ എവിടെ വെച്ചാണ് അമ്മ എൻ്റെ വേദന ഏറ്റെടുത്തതെന്ന് എനിക്കറിയത്തില്ലെന്ന്. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയെന്ന്. ഇത്രയും സ്പീഡാണ് ഈ വിഷയം. ഇതൊക്കെ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളാണ്. എന്തൊക്കെ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഇതിങ്ങനെ പറഞ്ഞത് ഈ ആഴ്ച സംഭവിച്ച കാര്യങ്ങളാണ്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നിങ്ങളെ എന്തിനാണ് ഇതിൻ്റെ ഇരട്ടി, ഇത് ഈ വിശ്വാസം ഏറ്റവും അവസാനം കിട്ടിയ ആൾക്കാർ കാണിക്കുന്ന വിശ്വാസ സമർപ്പണങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ ഇരട്ടി വിശ്വസിച്ചാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ദൈവം എപ്പോഴും അറിയാമല്ലോ, ദൈവം ആരാണ് സത്യവും നീതിയും വിശ്വസ്തതയും കാണിക്കണത്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് വിശുദ്ധീകരണം ഉണ്ടാകണം, അത് കഴിഞ്ഞ് ശക്തീകരണം ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഇടിവെട്ട് പ്രേക്ഷിതനായി ഞാൻ മാറുമെന്നുള്ള ഒരു തീരുമാനത്തെ എടുത്ത് ഇത് നടപ്പിൽ വരുത്തണം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഈ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം എൻ്റെ തലയിൽ എഴുതി തന്നിരിക്കുന്ന അഭിഷേകം അതാണെന്ന് തോന്നണം. കാര്യം 7 മുതൽ പോലും ഞാൻ ജനങ്ങളുടെ കണ്ണീരിന് വേണ്ടിയാണ് എപ്പോഴും ദൈവദൃശ്യത്തിൽ നിന്നിട്ടുള്ളത്. അതായത് ഓരോ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദന, ജോലിയില്ലാത്തവർ, പിന്നെ കടകളൊക്കെ നടത്തത്തില്ലേ, പിഴക്കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ അവരിടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ആൾക്കാർ പോയി നോക്കുമ്പോൾ ക്യാഷ് ബോക്സിൻ്റെ വലിപ്പ് മാറ്റി നോക്കി എന്ത് കച്ചവടം നടന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നോട്ട് കുറവാണെങ്കിൽ അവരുടെ മുഖത്തപ്പോൾ കാണാൻ പറ്റും സങ്കടം. എന്താ കാര്യം? വൈകുന്നേരം വരുമ്പോൾ കടക്കാരും ബ്ലേഡുകാരും ഒക്കെ മേടിച്ച് അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ വേദനകളുണ്ട്, അതിനൊക്കെ അവച്ച് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നം. അവന് ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഈ ക്യാഷ് ബോക്സ് കട നടത്തുന്നവൻ ക്യാഷ് ബോക്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും പൈസ കുറവാണെങ്കിൽ അവൻ ചോദിക്കണം വൈകുന്നേരം ബ്ലേഡുകാരെ ഇങ്ങനെ വിടും. അത് കഴിഞ്ഞ് നാളെ കുഞ്ഞിനെങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാനുള്ളത്, ഉടുപ്പ് മേടിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ വേദനയില്ലേ, അതിനെയാണ് അമ്മ ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. അമ്മ എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിൽ വർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മക്കൾ ഗ്രേസ് വർദ്ധിപ്പിക്കാൻ നോക്കണം. അതിനാണ് ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തന്നിരിക്കുന്നത്. അത് ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിലിടപെടും. എന്ത് ചെയ്യണമെന്ന് പരീക്ഷയ്ക്ക് വരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണത്. അമ്മേ മതി എനിക്ക് ജയിക്കാനുള്ളതായി. വിപിൻ പറയുന്നുണ്ട്, പരീക്ഷ കൊള്ളിരുന്നുണ്ട്, അമ്മേ മതി എനിക്ക് ജയിക്കാനുള്ളതായെന്ന് പറയും. അത്രയും ദൈവം കാണിക്കുന്ന സിൻസിയറിറ്റി ഉണ്ട്. അത് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിക്ക് ബദലായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് പരീക്ഷക്കാർ, ജോലിയില്ലാത്തവർ, ഇനി കുറേ പേര് സങ്കടം അനുഭവിക്കണം. എന്താണെന്ന് അറിയാമോ? അവർക്ക് വിസ വന്നിട്ടില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് ഈ ആഴ്ചയിലൊക്കെ ക്ലാസ് തുടങ്ങുകയാണ്. ഓൺലൈൻ ക്ലാസ് തീരുകയും വെർച്വൽ ക്ലാസ് തീരുകയും ഫിസിക്കൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യുകയാണ്. പക്ഷേ വിസ ഇപ്പോഴും വന്നിട്ടില്ല. 10 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വേദനകളെ ആരാധനയാക്കി മാറ്റുകയാണ് ഇപ്പോഴ്. ഇതുപോലെ തന്നെയാണ് വീടും സ്ഥലവും, വസ്തു വിൽപ്പന, കടം, ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹത്തിൽ സമയത്ത് വിൽക്കാൻ പറ്റാതിരിക്കുകയും, അപ്പോൾ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യും. എല്ലാം ബ്ലോക്കാകും. ഒരു ബ്ലോക്ക് വന്നാൽ അതിൻ്റെ കൂടെ കുറേ ബ്ലോക്കുകൾ ഒരുമിച്ച് വരും. ഒരു ബ്ലോക്ക് മാറുമ്പോൾ എല്ലാ ബ്ലോക്കുകളും മാറും. അപ്പോൾ ഇതൊക്കെ ജീവിതം മുന്നോട്ട് പോകാനുള്ള മേഖലകളെല്ലാം ദൈവം ഇടപെടും. പക്ഷെ നിങ്ങൾ അതിൻ്റെ കൂടെ ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് പറഞ്ഞത്, അതിനുള്ള നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക. അപ്പം നിങ്ങളുടെ കാര്യത്തിന് ദൈവം പ്രാധാന്യം തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, ഉള്ള വീട്ടിൽ പൊറുക്കാൻ പറ്റാത്തവരെ, കടക്കാര് കാരണം വീട് വിട്ടു പോകുന്നവരെ, നാട് വിട്ടു പോകുന്നവരെ തിരിച്ചു കൊടുക്കാൻ ജന്മത്ത് ആവത്തില്ലെന്നുള്ള ദുരന്ത സത്യം തിരിച്ചറിഞ്ഞ് ഉടമ്പടി മാതാവിന്റെ മുമ്പിലെ അഭയം പ്രാപിച്ചവരെ
എല്ലാവരെയും ഓ ഈശോയെ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം ഈ ആരാധനയിൽ വെച്ചുകൊണ്ട് നിനക്ക് ഞങ്ങൾ ദുഃഖത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കണ്ണുനീരും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബ വിഷയങ്ങളിലെ വേദനപ്പെടുന്നവരെ, അവിശ്വസ്തത കാണിക്കുന്നവരെ, കുടുംബ കോടതിയില് കേസിലിരിക്കുന്നവരെ, ഡൈവേഴ്സിന്റെ മക്കളെത്തിയവരെ, ഡൈവേഴ്സ് ആയിപ്പോയവരെ, ഒറ്റക്ക് ജീവിക്കുന്നവരെ, പലതരത്തിലുള്ള വീട്ടുഞെരുക്കങ്ങളിലെ പൊറുതിമുട്ടുന്നവരുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ, ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ. വളരെ ധൈര്യമായിട്ട് നിൽക്കുക മക്കളെ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം 10,000 ദൈവത്തെ അനുഭവിച്ച് വലിയ സാക്ഷിയായി ജീവിച്ച ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും. വരുമാന മാർഗം നഷ്ടപ്പെട്ടവരുണ്ട്, പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീട് പോയവരുണ്ട്, കടൽ കയറി വീടെടുത്തു പോയവരുണ്ട്. എല്ലാ തരത്തിലും വഴിയാധാരമായി പോയ ജന്മങ്ങളുണ്ട്. അവരെല്ലാം ഈ ആരാധനയെ സമർപ്പിക്കുക. വിദേശ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടവരെ, വിസ കിട്ടാത്തവരെ, പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നവരെ, രേഖാമൂലമായ രേഖകൾ വേണ്ട സമയത്ത് കിട്ടാത്തവരെ, രേഖകൾ കൈവശം വന്നവർ, തെളിവില്ലാത്തവർ, രേഖകൾ കാണാതെ പോയവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കടങ്ങളിൽ കേസിലകപ്പെട്ടിരിക്കുന്നവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ, പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ വേദന മാറാതിരിക്കുന്നവരെ, ഭർത്താവോ ജീവിത പങ്കാളിയോ മക്കളോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയവരെ, അതിൻ്റെ വേദനയ്ക്ക് ശമനമില്ലാതെ ഉള്ളിൽ വെന്തനീറ് നെരിപ്പോട് പോലെ നടക്കുന്നവരുടെ മേൽ, ഓരോരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ, പരിശുദ്ധമാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി ശ്രദ്ധിക്കട്ടെ. ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയാനുള്ള സമയമാണ്. പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. സമാപന ആശീർവാദം. കൈകൾ കൂപ്പി കണ്ണുടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കും.